ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് നമുക്ക് ചിക്കൻ കട്ട്ലറ്റിനകത്ത് വെജിറ്റബിളും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാം ബോൺലെസ് ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉപ്പും മഞ്ഞളും കുരുമുളകും പൊടിയും ഇട്ട് നല്ല വേവിച്ച് കൈ കൊണ്ട് പിച്ചി എടുത്തു വെച്ചതാണ്. അതായത് നമ്മൾ ഗ്രൈൻഡറിലിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യമുള്ള വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്, ക്യാരറ്റും ബീൻസും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും. അപ്പം ഞാനിവിടെ ആവശ്യത്തിനാണെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ. അത് കഴിഞ്ഞ് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ നല്ല വഴറ്റിയെടുക്കും. സവാളയൊക്കെ നങ്ങ് ബ്രൗൺ കളറാകുന്നിടം വരെ വഴറ്റരുത്. അപ്പോൾ അങ്ങനെ വഴറ്റുമ്പോൾ അതിൻ്റെ എല്ലാം ടേസ്റ്റ് മാറിപ്പോവും. ഒരു മീഡിയം ഇതിൽ വേണം വഴറ്റിയെടുക്കാൻ. സവാള വഴണ്ട് വരുമ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഇതെല്ലാം ഒരുമാതിരി വഴണ്ടിട്ടുണ്ട്. ആ സമയം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിപ്പം അധികം ഇതിനൊന്നും വേവില്ല. എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെല്ലാം ഇട്ടേക്കുന്നത്. ഇതെല്ലാം വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് എടുക്കണം. ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് വേണം വെജിറ്റബിൾ എടുക്കാൻ. വെജിറ്റബിൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിളിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നേ നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വെജിറ്റബിൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ. ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. അതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഗ്രൈൻഡറിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആകും, പൊടി പൊടി പോലെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കാണ് വേവിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പിച്ചി എടുത്തതാണിത്. ലാസ്റ്റ് ഒരു പിഞ്ച് ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണേ, ചൂടോടെ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഗരം മസാല എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ആറാൻ വേണ്ടി അടച്ചു വെച്ചു. എന്നിട്ട് നമുക്ക് കുറച്ച് ബ്രെഡാണെങ്കിൽ പൊടിച്ചെടുത്ത് ഞാൻ, പിന്നെ ഒരു മുട്ടയുടെ വെള്ളയും വേണം. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാനിവിടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ എല്ലാം ശരിയാക്കി വെച്ച്, എന്നിട്ട് നമുക്ക് എഗ് വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഞാനിവിടെ ബ്രെഡ് പൊടിച്ചതാണ്. പക്ഷേ ഇത്രയും പൊടിയാൻ പാടില്ല. ഇതിപ്പോൾ കുറച്ച് പൗഡർ പോലെ ആയിട്ടുണ്ട്. ഇത്രയും പൊടിയാൻ പാടില്ല, കുറച്ചുകൂടെ തരി വേണമായിരുന്നു. എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണം വീതമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് നൊയമ്പ് വരികയാണ്. അപ്പോൾ ഇതേപോലെ നമുക്കുണ്ടാക്കി സ്റ്റോർ ചെയ്താൽ, ഫ്രൈ ചെയ്തിട്ടല്ല, ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്ധ്യയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.